അപ്പോൾ ഇനി രാജ്യാന്തര വാർത്തകളുടെ സമയമാണ്. പി ജെയിംസ് സാറിന്റെ സമയമാണ്. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് സ്മിത. ഗുഡ് മോർണിംഗ്. ജെയിംസ് സാർ, ഈ ഇറാനും യുഎസും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ച ഒരു വശത്ത് നടക്കുന്നു. പക്ഷെ അത് അങ്ങനെയല്ല ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കാണിക്കുന്നത്. ഇപ്പോൾ അയത്തുള്ള ഖമനയും മകനെയും വധിക്കാൻ ട്രംപ് പ്ലാൻ ചെയ്തു. ആ പദ്ധതി ഇപ്പോൾ പുറത്താകുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സ്മിത, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതറ്റം വരെയും എന്തിനും പോകും എന്നുള്ളത് നമ്മൾ ഈ വെനിൻസുവേലയിൽ കണ്ടതാണ്. ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ രാത്രിക്ക് രാത്രി അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ മറ്റേ വലിയ യുദ്ധവിമാനങ്ങളുമായി പോയി ആക്രമിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ആളാണ് ട്രംപ്. ട്രംപ് എന്ത് ചെയ്യും? ഇതിനപ്പുറവും ചെയ്യും. ഇപ്പോൾ ട്രംപ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായിയെ, അദ്ദേഹം 37 വർഷമായി അവിടുത്തെ ആത്മീയ നേതാവും ഏറ്റവും പരമോന്നത നേതാവുമാണ്. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ പിൻഗാമിയാവുമെന്ന് കരുതപ്പെടുന്ന മകനെയും വധിക്കാനാണ് പദ്ധതിയിട്ടത്. ഒരു പരിമിതമായ ആക്രമണം എന്ന് പറഞ്ഞത് തന്നെ സെലക്റ്റീവ് അറ്റാക്ക്. ഒരു കൃത്യമായി നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്ന് അവരെ കൊലപ്പെടുത്തുക. അതോടെ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ പറ്റും. അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം വീഴും. അമേരിക്ക അനുകൂലിക്കുന്ന ഒരു ഭരണകൂടം ഇറാനിൽ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ലക്ഷ്യമിട്ടത്. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അവരുടെ ഔദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉപദേശകർ ഇത് പുറത്തുവിട്ടിരിക്കുന്നു. അപ്പൊ ഇത് ഒരു ഭീഷണി കൂടിയാണ്. ഏത് സമയത്തും എന്തും ചെയ്യും എന്നുള്ള തരത്തിൽ ഭീഷണിയാണ് മുഴക്കിയിട്ടുള്ളത്. എന്തായാലും ഇറാൻ അതിശക്തമായി അതിനെ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ യുഎസിന്റെ സേനാ താവളങ്ങൾ കയറി ആക്രമിക്കും എന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അതുകൂടാതെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങള് അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കില്ല, തല കുനിക്കില്ല, ഞങ്ങൾ ഫൈറ്റിന് തയ്യാറാണ്. ഇത് നൽകുന്നൊരു സന്ദേശം ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ അതിരൂക്ഷമായ യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ ഇതുവരെ അമേരിക്ക പറയുന്നത് ഇതൊരു ലിമിറ്റഡ് വാർ ആയിരിക്കുമെന്നാണ്. ഇസ്രായേൽ അപ്പുറത്തെ കാത്തിരിപ്പാണ്. ഇസ്രായേല് എല്ലാം അവരുടെ അയൺ ഡോമുകളെല്ലാം റെഡിയാണ്, അവരുടെ മിസൈലുകൾ റെഡിയാണ്, യുദ്ധവിമാനങ്ങൾ, അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ റെഡിയാണ്. ഇറാൻ തിരിച്ചു. അപ്പോൾ ആ തരത്തിൽ സംഘർഷം നിലനിൽക്കുന്നു. 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ, 13 മറ്റു യുദ്ധക്കപ്പലുകൾ, ആയിരക്കണക്കിന് സൈനികർ. ഒരു USS എബ്രഹാം ലിങ്കണിൽ മാത്രം 6000-ഓളം സൈനികരുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വലിയതാണ്. ഇത് മാത്രമല്ല, ചൈന തക്കം പാർത്തിരിക്കുകയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം അമേരിക്കയോടുണ്ട്. അവർക്ക് വെനിൻസുവേലയിൽ നിന്ന് 80% എണ്ണ ലഭിച്ചിരുന്നു. അത് അടച്ചു കളഞ്ഞു അമേരിക്ക. പിന്നെ ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാനും കൂടി അടച്ചാൽ ചൈനയുടെ എണ്ണയുടെ കാര്യത്തിൽ ചൈന വലിയ പ്രശ്നത്തിലാവും. അതുകൊണ്ട് ചൈന നോക്കിയിരിക്കുകയാണ്. വേണ്ടി വന്നാൽ ഇറാനെ ആക്രമിച്ചാൽ ചൈന യുദ്ധരംഗത്ത് ഇറങ്ങുമോ ഇത് ആശങ്കപ്പെടുന്നവരുണ്ട്. അറബ് രാജ്യങ്ങളോട് ഇറാനെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കരുതെന്ന് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സൗദിയും മറ്റ് രാജ്യങ്ങളൊന്നും ആ തരത്തിലുള്ള ഒരു ഇതിനും മുന്നോട്ട് പോകാത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.